ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് 2 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. 2-ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഈ പ്രാർത്ഥനയും സ്തോത്രവും അത് ഒരുമിച്ച് പല വചനഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നമ്മളങ്ങനെ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയും സ്തോത്രവും അത് രണ്ടും ഒരുമിച്ച് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് പറയുമ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്ന വാക്യവും ഇതുമൊക്കെ വെച്ച് നോക്കിയാൽ ഈ പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിൽ സ്തോത്രം ധാരാളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെയും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ അങ്ങനെ നിരന്തരമായി ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു നിലയിലാണ്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം പിതാവ് അറിയുന്നു. നാം അത് ചോദിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നാം അങ്ങനെ കൂടെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചതൊന്നും കേട്ടിട്ടില്ല, എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം, നമ്മുടെ വിഷയങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം, ഒരു സമ്മർദ്ദത്തിലൂടെ എങ്കിലും എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്നും ഒന്ന് നേടിയെടുക്കണം എന്നുള്ള നിലയിലുള്ള ഒരു മനോഭാവമാണ് പലപ്പോഴും ഇന്ന് പ്രാർത്ഥനയിൽ ആളുകൾക്ക്, പൊതുവെ വിശ്വാസികൾക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ നാം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോഴും അതിനകത്ത് ഒരു സ്തോത്രം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ആ പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തിവിടുന്നതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ നന്മ മാത്രമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടം തന്നേറ്റ് അതിനെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരു ദൈവം അല്ല. സാഡിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്ന ചില ആളുകളുണ്ട്, അങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള ആളുകളുണ്ട്. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല. നാം ഒരുപക്ഷെ നമുക്ക് താല്പര്യമില്ലാത്തതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ ഒന്ന് സങ്കടപ്പെടുത്തി നമ്മളെ കഷ്ടത്തിലൂടെ കടത്തിവിട്ട് അതിൽ സന്തോഷിക്കുന്ന ദൈവമല്ല. മറിച്ച് ദൈവത്തിന് ഓരോ സാഹചര്യങ്ങളിലും നമ്മെക്കുറിച്ച് ഓരോ പരിപാടിയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് പറയുന്നത്. അതായത് നാം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ നന്മയെ ഓർത്ത്, ഒരുപക്ഷെ നമുക്കിപ്പോൾ ബോധ്യമില്ലെങ്കിൽ പോലും അതിൻ്റെ നന്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവമായിരിക്കണം നമുക്കുള്ളത്. അല്ലാതെ ഒരു ദൈവത്തിന് മുമ്പാകെ ഒരു പരാതിപ്പെട്ടി പോലെ നാം ജീവിക്കുന്നത് അതൊരിക്കലും ഒരു ദൈവ പൈതലിന് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. ദൈവത്തിൽ അങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് പറയുമ്പോൾ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെയും വൈകുന്നേരവും 5, 10, 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ച് കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല. മറിച്ച് അതൊരു നമ്മുടെ ഒരു മനോഭാവവും നമ്മുടെ ഒരു രീതിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമായി തീരേണ്ടതാണ് ഈ പ്രാർത്ഥന, സ്തോത്രം എന്നൊക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സമയം മാറ്റിവെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അങ്ങനെ മാറ്റിവെക്കുന്നതായിട്ടുള്ള സമയം മാത്രമാണ് അങ്ങനെ ദൈവത്തോടുള്ള സംസാരത്തിനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനും കാരണമാകുന്നത് എങ്കിൽ അതിൽ ഒരു അപാകതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പ് നാം ഇതേ ലേഖനം പഠിച്ചപ്പോൾ അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടപ്പിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ആരോടെങ്കിലുമുള്ള കൂട്ടായ്മയിൽ നടക്കുകയാണ്. കൂട്ടായ്മയിൽ നടക്കുന്നത് എപ്പോഴും ഒരുമിച്ച് നടക്കുമ്പോഴാണല്ലോ. അങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ കൂട്ടായ്മയിലാണ് നാം നടക്കുന്നത് എങ്കിൽ എപ്പോഴും ആ കൂട്ടായ്മയിൽ നടക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
സംസാരങ്ങളുണ്ടാവും. നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം, അതുപോലെ തന്നെ കൂട്ടായ്മയിലുള്ള ആള് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ പ്രാർത്ഥനാ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവവുമായിട്ടുള്ള ഒരു സംസർഗത്തിൽ ജീവിക്കുക എല്ലായ്പ്പോഴും എന്നാണ് അതിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ചില സമയത്തേക്ക് മാത്രം മാറ്റിവെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രകടനമോ ഒരു ചടങ്ങോ ഒന്നുമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദം ഹൗവ ആദി പിതാക്കന്മാർ അവര് ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലാണ് അവര് നടന്നത്. ദൈവം അവരോടുകൂടി, അല്ലെങ്കിൽ അവർ ദൈവത്തോടു കൂടി സമയം ചെലവഴിച്ചിരുന്നു. നമുക്കത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പാപമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നും മനുഷ്യന് ഒരു തടസ്സമാക്കി, അല്ലെങ്കിൽ അതിൽ നിന്നും അവനെ മാറ്റിയത്. അവൻ ആത്മീയമായിട്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാൻ അവന് പ്രാപ്തനല്ലാതെ, ശക്തനല്ലാതെ ആത്മീയമായി മരിച്ചവനായി തീർന്നു. ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് പറ്റുകയില്ലായിരുന്നു. എന്നാൽ ഏദനിൽ ദൈവവുമായിട്ട് നഷ്ടപ്പെട്ടതായിട്ടുള്ള അതേ ബന്ധത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിനോട് നിരപ്പ് ലഭിച്ചിരിക്കുന്നത്. അതായത് എന്ത് ബന്ധമാണോ നമുക്ക് ഏദനിൽ ആദം ഹൗവമാർക്ക് നഷ്ടപ്പെട്ടത്, ആ ഒരു തലത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവിനോട് നിരപ്പ് പ്രാപിച്ച് ത്രിയേക ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാൻ നമുക്കൊരു വലിയ സാധ്യത പുതിയ നിയമത്തിൽ ഉണ്ട്. ആ സാധ്യതയുടെ ഭാഗമാണ് അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നതും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക എന്നൊക്കെയും പറയുന്നത്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ ലഭിക്കുമ്പോഴും ആ കൂട്ടായ്മയുടെ നന്മയും സന്തോഷവും അതിൻ്റെ സൗഭാഗ്യമൊന്നും പലപ്പോഴും വിശ്വാസികൾക്ക് അവരുടെ അറിവുകേടുകൊണ്ടോ അല്ല എങ്കിൽ അവരുടെ താല്പര്യക്കുറവ് കൊണ്ടോ ദൈവവുമായിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നില്ല. അറിവുകേടും താല്പര്യവും മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധം അത് വളരെ സജീവമായി നിലനിർത്തണമെങ്കിൽ, കൂട്ടായ്മ സജീവമായി നിലനിർത്തണമെങ്കിൽ നാം കർത്താവിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ നാം മനസ്സിലാക്കേണ്ടത് കേവലം ചില ആചാരപരമായ അല്ലെങ്കിൽ ചടങ്ങുകൾ അധിഷ്ഠിതമായ ഒരു ജീവിതമായിട്ടല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ഒരു നിരന്തരമായ സമ്പർക്കത്തിൽ ഊന്നിയതായ ഒരു ജീവിതമായിട്ടാണ്. ശരി, നമുക്ക് മൂന്നാമത്തെ വാക്യത്തിൽ, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും. എനിക്ക് ബന്ധന കാരണമായ സുവിശേഷത്തിന്റെ മർമ്മം, പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തടവിലാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് അത് ബന്ധന കാരണമായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മർമ്മം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മർമ്മം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭ എന്ന മർമ്മത്തെക്കുറിച്ചാണ്. മർമ്മങ്ങൾ എന്നല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ മർമ്മം എന്ന ഏകവചനത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ മർമ്മം എന്ന് പറയുന്നത് സഭ എന്നുള്ളതായ മർമ്മം പഴയ നിയമകാലത്ത് മറഞ്ഞിരുന്നതും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ട് അപ്പസ്തോലന്മാരാൽ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതുമായ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭ, അതാണ് മർമ്മം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മർമ്മത്തിൽ പല മർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് ഈ മർമ്മത്തിൽ തന്നെ അധിഷ്ഠിതമായിരിക്കുന്ന ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മറ്റ് മർമ്മങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ഈ ലേഖനത്തിലും ഇതിനു മുമ്പുള്ള ലേഖനങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ എന്ന് പറയുന്നത് ഒരു മർമ്മമായിരുന്നു. അതുപോലെ തന്നെ ജാതികളും അതുപോലെ യഹൂദന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു എന്ന് പറയുന്നത് ഒരു മർമ്മമായിട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ തൻ്റെ ആത്മാവിനാൽ കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്ന് പറയുന്നത്, നമ്മെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതും ഒരു മർമ്മമായിട്ട് നാം കാണുകയുണ്ടായി. ഇതെല്ലാം കൂടെ ചേരുന്നതായിട്ടുള്ള ക്രിസ്തുവിന്റെ മർമ്മം, അതായത് സഭ എന്ന് പറയുന്നത് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥന ആവശ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്.
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനാ ആവശ്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നാം വിശകലനം ചെയ്യുകയും ചെയ്യുണ്ടായി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. 2, സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യമുള്ളതായ കാര്യങ്ങളാണ്. നാം ദൈവവചനം വായിക്കുകയും അല്ലെങ്കിൽ ദൈവവചന പഠനത്തിനായിട്ട് നാം പുറപ്പെടുമ്പോൾ നാം ദൈവസന്നിധിയിലിരുന്ന് ആ ദൈവികമായിട്ടുള്ള മർമ്മങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയോടുകൂടിയാണ് നാം പലപ്പോഴും നമ്മളുടെ യോഗങ്ങൾ ആരംഭിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരിക, ഈ ഒരു കാര്യത്തെക്കുറിച്ച് അനേകരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് ഇത് സുവിശേഷ പ്രവർത്തനത്തിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് വചനത്തിന് വാതിൽ തുറന്നു തരണമെന്നോ അല്ലെങ്കിൽ സുവിശേഷത്തിന് വാതിൽ തുറന്നു തരണമെന്നോ അല്ല, മറിച്ച് വചനത്തിന്റെ വാതിൽ തുറന്നു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മൂലഭാഷയിലും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ കയ്യെഴുത്ത് പ്രതികളിലും അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അത് വചനത്തിന് വാതിൽ തുറന്നു തരിക എന്നുള്ളതല്ല, മറിച്ച് വചനത്തിന്റെ വാതിൽ തുറന്നു തരിക എന്നുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വചനത്തിന്റെ വാതിൽ തുറന്നു തരിക എന്ന് പറഞ്ഞാൽ അത് ദൈവം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് പൗലോസ് അപ്പോസ്തലന് വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സഭയോട് ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടി നാം നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും എത്രയോ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തില് ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: കർത്താവ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്നോടുകൂടെ യാത്ര ചെയ്തതായിട്ടുള്ള 2 ശിഷ്യന്മാരോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലനിലൂടെയാണ് ദൈവം ഒത്തിരി വെളിപ്പാടുകൾ നൽകിയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പുതിയ നിയമ ലേഖനങ്ങളിൽ ഭൂരിപക്ഷവും പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം വെളിപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഈ ലേഖനം എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് താൻ ദൈവജനത്തോട് സംസാരിക്കുമ്പോൾ, അല്ല എങ്കിൽ താൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വചനത്തിന്റെ വാതിൽ പൗലോസിന് തുറന്നു കിട്ടണം എന്ന് പറയുന്നുണ്ട്. അതായത് നാം പഠിച്ചു വെച്ച ഏതെങ്കിലും ഒരു സന്ദേശം അത് കേവലം എടുത്ത് പ്രസംഗിക്കുന്നതല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓരോ പ്രസംഗത്തിലും അവിടെ നിൽക്കുന്നതായിട്ടുള്ള അതിൻ്റെ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ, കേൾവിക്കാരിൽ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതായ ഭക്തരായിട്ടുള്ള ആളുകൾ, അവരുടെ ആവശ്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി പ്രസംഗിക്കുന്നതിന് ദൈവം വചനത്തിന്റെ വാതിൽ അപ്പോൾ തുറന്നു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും സുവിശേഷം പറയുക, പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാതെ പഠിച്ചിട്ടുള്ളതോ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്നതുമായിട്ടുള്ള ചില വാക്കുകളും പദങ്ങളും ഒക്കെ എടുത്ത് അങ്ങ് പറഞ്ഞ് സുവിശേഷം അറിയിച്ചു എന്നുള്ള നിലയിൽ നാം തൃപ്തിപ്പെടാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ വാക്കുകൾ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ലായിരുന്നു, മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. നമുക്ക് സുവിശേഷം പറയാൻ ജ്ഞാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമുക്ക് സുവിശേഷം പറയുവാനായിട്ട് സാധിക്കും, വചനം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനപ്പുറം ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം എന്ന് പറയുമ്പോൾ നമ്മളുടെ വാക്കുകളെ നിയന്ത്രിക്കുന്നത് നമ്മളിലുള്ളതായ കാണാപ്പാടം പഠിച്ചതോ അറിയുന്നതോ ആയിട്ടുള്ള ചില സത്യങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമല്ല. അത് ആവശ്യമുണ്ട്. എന്നാൽ അത് മാത്രമല്ല, മറിച്ച് ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നാം പോവുകയും ഒരുപക്ഷെ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ, ചിന്തിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ
ദൈവാത്മാവ് അപ്പോൾ നമുക്ക് നൽകുകയും അതാണ് യഥാർത്ഥത്തിൽ ഒരു ഓരോ സുവിശേഷ പ്രസംഗത്തിലും ഉണ്ടായിരിക്കേണ്ടത്, ഓരോ വചന ശുശ്രൂഷയിലും ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ കേവലം നമ്മളുടെ ജ്ഞാനത്തിന്റെ ഒരു വിളമ്പൽ ആകരുത്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ വചനത്തിന്റെ വാതിൽ തുറന്നു തരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് സെമിനാരികളിലൊക്കെ പോയി ബൈബിൾ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നതായിട്ടുള്ള ആളുകളെ ദൈവവചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ തയ്യാറാക്കുക. അതിന് പ്രസംഗശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പഠനശാഖകളുണ്ട്. അവിടെ എങ്ങനെയാണ് സഭയിൽ പ്രസംഗിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കേണ്ടത് എന്നൊക്കെയുള്ള പഠിപ്പീരിൽ ഹോംലെറ്റിക്സ് എന്നാണ് വിഷയത്തിന്റെ പേര്. ഞാൻ ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ അതിനകത്ത് പഠിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു പ്രസംഗിക്കാൻ പോകുന്നുവെങ്കിൽ അതിന് പ്രസംഗിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി അത് 1-2 വട്ടം മുറിയിലിരുന്ന് അത് പ്രസംഗിച്ച് നോട്ടുകളൊക്കെ തയ്യാറാക്കി കൃത്യമായിട്ട് ആ പ്രസംഗത്തിന് തയ്യാറാക്കിയ വാക്കുകളിൽ അപ്പുറം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള നിലയിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ദൈവാത്മാവിന് എന്തെങ്കിലും അവിടെ ഇരിക്കുന്നതായിട്ടുള്ള കേൾവിക്കാരായിട്ടുള്ള ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നിയാൽ അതിനുള്ള വഴി പോലും നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നാം ദൈവവചന പഠിപ്പീരിനായിട്ടും പഠനത്തിനായിട്ടും തയ്യാറാവണ്ടേ എന്ന് ചോദിച്ചാൽ തയ്യാറാവേണം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് അത് നമ്മളുടെ ബുദ്ധിയിലും നമ്മളുടെ കഴിവിലും അറിവിലും മാത്രം ഉൾപ്പെട്ടിരിക്കുന്നതായ ഒരു പ്രവർത്തനമാണ് എങ്കിൽ അത് കേവലം നമ്മളുടെ ജഡത്തിന്റെ ഒരു പ്രവർത്തനം, ജഡത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തനം എന്ന് മാത്രമേ വരികയുള്ളൂ. എന്നാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുകയും വചനത്തിന്റെ വാതിൽ അതാത് സമയങ്ങളിൽ കേൾവിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ, ദൂതുകൾ കൊടുക്കേണ്ടതിന് വേണ്ടി വെളിപ്പെടുത്തി തരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി കേൾവിക്കാരും അതുപോലെ തന്നെ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആളുകളും നിൽക്കുമ്പോൾ അത് ഏറ്റവും പ്രയോജനകരവും മനോഹരവുമായി തീരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ലുദിയയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവരുമായ ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് ദൈവം അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. അത് വചനത്തിന് വേണ്ടി തുറന്നു എന്നാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ വചനം പൗലോസ് അപ്പോസ്തലന് തുറന്നു കിട്ടുകയും അതുപോലെ തന്നെ കേൾവിക്കാരായിട്ടുള്ള ആളുകൾക്ക് ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും അതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, നമ്മുടെ ബുദ്ധി പ്രകാശിച്ചിട്ട് എന്നല്ല, നാം വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് എന്നല്ല, നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മളുടെ ഹൃദയത്തിനും കണ്ണുകളുണ്ട്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ കൊണ്ടും ചെവികൾ കൊണ്ടും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ, ഹൃദയത്തിന്റെ ചെവി ഒക്കെ തുറക്കേണ്ടത് ആവശ്യമാണ്. അത് നാം ദൈവസന്നിധിയിൽ ഭയത്തോടെ നാം നിൽക്കുമ്പോൾ അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ ഈ പ്രാർത്ഥന ആവശ്യത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ തന്നെ. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടണമെങ്കിൽ നല്ല ഗുണമുള്ള ഹൃദയം ആയിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം നല്ലതും ഗുണമുള്ളതുമായി തീരുന്നത്? ദൈവവചനത്തോട് പ്രതികരിക്കുന്ന, ദൈവവചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളതായ ഹൃദയമായിട്ട് അത് രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. അത് നാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ, അനുസരണത്തിലൊക്കെ ജീവിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള ഒരു നല്ല ഗുണമുള്ള ഹൃദയം നമ്മിൽ ഉളവാകുന്നത്. ഇവിടെ നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നൊരു പദം നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്.
അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാണാം. എന്നാൽ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യന്റെ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചതായിട്ടുള്ള ദൈവവചനം ഹൃദയത്തിൽ വ്യാപരിച്ചുകൊണ്ടും ഇരിക്കുന്നതായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. ദൈവവചനം നാം ധാരാളം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ നാം വായിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ദൈവവചനം അതങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ പോയി എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതല്ല ദൈവവചനം. മറിച്ച് അത് നമ്മളുടെ ഹൃദയം നല്ല ഗുണമുള്ള ഒരു ഹൃദയമായി തീരുകയും അതിൽ സംഗ്രഹിക്കുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവവചനം നമുക്ക് പ്രയോജനമായി തീരുന്നത്. അതല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെയോ കുറെ കേട്ടു, എന്തൊക്കെയോ ചിലതൊക്കെ മനസ്സിലായി, ഒരു അവിയൽ പരുവത്തിൽ എന്തൊക്കെയോ നമ്മളിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ പരീക്ഷാഘട്ടത്തിൽ നമ്മുടെ ആവശ്യ സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് ദൈവാത്മാവിന് നമുക്കൊന്നും ബോധ്യപ്പെടുത്തി തരുവാനായിട്ട് കഴിയുന്നതല്ല. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവവചനം വളരെ കൃത്യമായും ക്രമമായും ശുദ്ധമായും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. ദൈവാത്മാവ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ചിലപ്പോൾ കേൾക്കുകയും നമ്മുടെ ഉള്ളിലുള്ളതുമായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് എന്ത് ആവശ്യം വന്നാലും ആത്മാവ് നമ്മളോട് നേരിട്ട് വന്ന് അങ്ങ് സംസാരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ആത്മാവ് നമ്മളോട് നേരിട്ട് വന്ന് ഓരോ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെയൊക്കെ പലരും അവകാശപ്പെടുന്നുവെങ്കിലും അതൊക്കെ അവരുടെ തോന്നലുകളെ ആത്മാവിൻ്റെ ചിന്തകളായിട്ട് അവർ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. നമ്മുടെ തോന്നലുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ദേഹിയിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ കൃത്യമായ ശുദ്ധമായ സംഗ്രഹണവും മനസ്സിലാക്കലുകളും അതിൻ്റെ പഠനവും അത് വ്യാപരിക്കുന്നതും ഒക്കെയുമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഓരോ നിമിഷവും നമ്മെ നടത്തുന്നത്. അതിനാലാണ് ദൈവാത്മാവ് നമ്മെ നടത്തുന്നത്. എന്നാൽ ദൈവാത്മാവിന് പ്രകൃത്യാതീതമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മളെ നയിക്കുവാനും കൊണ്ടുപോകുവാനും നമ്മളോട് സംസാരിക്കുവാനും ഒക്കെ കഴിയും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിൽ സംഗ്രഹിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുന്ന വചനമാണ് യഥാർത്ഥത്തിൽ 100, 60, 30 വേനിയായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നത്. ദൈവവചനം നമ്മൾ കേൾക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിലൂടെ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. വിതക്കാരൻ്റെ ഉപമയിൽ വചനം വിതച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വിത എപ്പോഴും ഒരു കൊയ്ത്തിന് വേണ്ടിയിട്ടാണ്. വിത മാത്രം നടക്കുന്നു, കൊയ്ത്തൊന്നും നടക്കുന്നില്ല എങ്കിൽ ഒരു ഗൗരവമായിട്ടുള്ള ആത്മീക പ്രശ്നം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാം എത്ര വചനം കേട്ടിട്ടും നമ്മൾ പിന്നെയും പഴയപടി മാത്രമാണ് ജീവിക്കുന്നത്. നമുക്ക് കുറെ ബുദ്ധിയിൽ കുറെ അറിവുകളൊക്കെ കിട്ടി എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ അത് ഫലമായി തീരുന്നില്ല എങ്കിൽ, നീതിഫലം നിറഞ്ഞവരായി നാം തീരുന്നില്ല എങ്കിൽ, അവനിൽ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായിട്ടുള്ള മാനസാന്തരത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആവശ്യം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഹൃദയത്തിൽ നല്ല ഗുണമുള്ള ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ ഹൃദയത്തിൽ ദൈവത്തിന് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത് എന്ന് നമുക്ക് വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഠിന ഹൃദയം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയാത്തതായ ഒരു ഹൃദയമാണ് കഠിന ഹൃദയം. എപ്പോഴാണ് ഒരു ഹൃദയം കഠിനമാകുന്നത് എന്ന് ചോദിച്ചാൽ, കേട്ടിട്ടും എത്രയോ തവണ കേട്ടിട്ടും മാനസാന്തരം വരാതെ അതേ സ്വയ ജീവിതത്തിൽ തുടരുന്നവരുടെ ഹൃദയമാണ് കഠിനപ്പെട്ടു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കയ്യിലൊക്കെ കഠിനപ്പെടും. കൈ കഠിനപ്പെടും. എങ്ങനെയാണ് കൈ കഠിനപ്പെടുന്നത്? നമ്മളുടെ മസിൽ ഉറയ്ക്കുന്നതും കയ്യിൽ തഴമ്പ് വരുന്നതും ഒക്കെ ഒരേ കാര്യം തുടർച്ചയായി നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഹൃദയവും കഠിനപ്പെടുന്നത് ദൈവവചനത്തോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ട് ദൈവവചനത്തോട് മറുതലിച്ച് അവസാനം ദൈവവചനം കേൾക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത്, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇത് എത്രയോ കേട്ടിരിക്കുന്നു എന്നുള്ള ഒരു നിലയിലേക്കായിരിക്കും. അതല്ലാതെ അയ്യോ, എനിക്ക് മാനസാന്തരപ്പെടാൻ ആവശ്യമുണ്ടല്ലോ, ഞാനിതാ മാനസാന്തരപ്പെടുന്നു, എന്നെ ഞാൻ വീണ്ടും ദൈവേഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം അല്ല ഉണ്ടാകുന്നത്.
അപ്പൊ അങ്ങനെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദൈവവചനം കേൾക്കുമ്പോൾ അവർക്ക് എപ്പോഴും അവര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അറിയത്തില്ലാത്ത എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള നിലയിലായിരിക്കും. പഴയ കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച് വിശുദ്ധീകരണത്തിൽ വളർന്നു എന്നുള്ളതൊന്നുമല്ല, അങ്ങനെയുള്ള വളർച്ചയൊന്നും അശേഷം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ബുദ്ധിയിൽ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുവാൻ ഉള്ള താല്പര്യമാണ് അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പ്രാർത്ഥനയെക്കുറിച്ചും സ്തോത്രത്തെക്കുറിച്ചുമാണ്. അത് നാം നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകളിൽ നാം എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപക്ഷെ തോന്നാൻ സാധ്യതയുള്ളത് ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള നിലയിലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളിൽ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നാം ദൈവാത്മാവിനോട് സെൻസിറ്റീവായ ഒരു ആളുകളല്ല, നാം ദൈവവചനത്തോട് നിഷ്കളങ്കരായി ദൈവവചനത്തെ സമീപിക്കുന്നതായിട്ടുള്ള ആളുകളുമല്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ഇരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ ദൈവത്തിന്റെ വചനം എഴുതുമെന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. എസെക്കിയേൽ പ്രവചനത്തിലും അതുപോലെ തന്നെ ഇബ്രാഹിം ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, വളരെ കടുപ്പമുള്ളൊരു പ്രതലത്തിൽ എന്തെങ്കിലും എഴുതാനായിട്ട് സാധിക്കുകയില്ല. കടുപ്പമുള്ള പ്രതലത്തിൽ എഴുതിയാൽ അതവിടെ തെളിയുകയില്ല, മറിച്ച് വളരെ മൃദുലമായ പ്രതലത്തിലാണ് നമുക്ക് എഴുതി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുക. നമുക്ക് ഒരു കല്ലിന്റെ ഒരു പാറപ്പുറത്ത് നമ്മുടെ കൈവിരലുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഒരു മണലിന്റെ പുറത്തോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തിനെങ്കിലും പുറത്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ ആ ദൈവവചനത്തിന്റെ പ്രകാശനം നമുക്ക് തരുവാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല. ആ ദൈവവചനത്തിന്റെ വാതിൽ നമുക്കായിട്ട് തുറക്കുകയുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അങ്ങനെ ദൈവം തുറക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ ഒരു അപകടകരമായ ആത്മീക അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെല്ലുകയും ചെയ്യും. പിന്നെ 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് തുറന്നു തരണം, വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. അത് തുറന്നു തരുമ്പോൾ പിന്നെ ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ അതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നുള്ളതാണ്. അപ്പോൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളല്ല. അത് ദൈവാത്മാവ് നമ്മളിലൂടെ പ്രത്യേകമായിട്ടുള്ള കൃപ നൽകിക്കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. ദൈവവചനത്തിന്റെ വാതിൽ തുറന്നു തന്ന ദൈവവചനം നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ പോലും അത് സംസാരിക്കുന്നതിനും ഒരു ദൈവികമായിട്ടുള്ള ക്രമീകരണം, ദൈവാത്മാവിന്റെ നിയന്ത്രണം, നടത്തിപ്പ്, അത് തുറന്നുള്ള വാക്യങ്ങൾ നാം അടുത്ത ദിവസം പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് അത് പഠിക്കുവാനായിട്ടുള്ള സമയം നമുക്ക് ഇല്ല. അപ്പോൾ ദൈവവചനം സംസാരിക്കുന്നതിനും ക്രമീകരണങ്ങളുണ്ട്, ദൈവവചന പ്രകാരമുള്ള പ്രമാണങ്ങളുണ്ട്. അത് നമുക്ക് തോന്നിയതുപോലെ പറയാനൊന്നും സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ ഡിബേറ്റുകൾ, വാദപ്രതിവാദങ്ങളൊക്കെ ദൈവവചനം വെച്ചുകൊണ്ട് പരസ്യവേദികളിൽ ആളുകൾ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ ഒരു വാദപ്രതിവാദത്തിലൂടെ ആരെങ്കിലും പരാജയപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് വചനത്തിലില്ല. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ അവരോടൊരു മറുപടി പറയാൻ നാം പ്രാപ്തരായിരിക്കണം എന്നുള്ളതല്ലാതെ അങ്ങനെ പരസ്യമായിട്ടുള്ള വെല്ലുവിളികളിലൂടെ ദൈവവചനത്തെ ഉറപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ദൈവിക പരിപാടിയല്ല. അങ്ങനെയൊന്നും നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നതുമില്ല. അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള തർക്കസംഗതികളിൽ നിന്നൊക്കെയും മാറി നിൽക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിലെ ഉപദേശം എന്ന് പറയുന്നത്. പന്നികളുടെ മുമ്പിൽ മുത്ത് ഇട്ട് കൊടുക്കരുത്. നമുക്കറിയാമല്ലോ, ഒരു പന്നിക്ക്, ചെറിയ കിടന്നുരുളുന്നതായിട്ടുള്ള ഒരു പന്നിക്ക് അതിന് മുത്ത് കൊടുത്താലും അതിന് എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതെല്ലാം അതിനോട് പ്രതികരിക്കുന്നത് മോശമായിട്ടായിരിക്കും. അപ്പോൾ ദൈവവചനമാകുന്ന മുത്തുകൾ നമ്മളുടെ മുമ്പിലേക്ക് തരുമ്പോൾ അത് മുത്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ നാം പരിഗണിക്കേണ്ടതും അല്ലെ. വിലയേറിയ മുത്ത് അന്വേഷിച്ചു പോയ കച്ചവടക്കാരനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉപമകളായിട്ട് കർത്താവ് പറഞ്ഞ് നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവവചനം ഒരു വിലയേറിയ മുത്താണ് എന്ന് നാം മനസ്സിലാക്കി അതിനോടുള്ള സമീപനത്തിലും
അത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നാം ആ ഒരു ബഹുമാനം ദൈവവചനത്തെ സംബന്ധിച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തോട് ബഹുമാനം പുലർത്താൻ മനസ്സില്ലാത്തതും സമ്മതമില്ലാത്തതും അങ്ങനെ ചെയ്യാത്തതുമായിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്ക് നാം ദൈവവചനത്തെ വെച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അതിനെ കയറി ചവിട്ടി മെതിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉളവാകുന്നതല്ല. ദൈവഭക്തരായിട്ടുള്ള മാനസാന്തരപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ മുമ്പാകെ ദൈവം വചനത്തിന്റെ വാതിൽ അവർക്കായിട്ട് തുറക്കുകയും അപ്പോൾ ദൈവാത്മാവിനാലും ശക്തിയാലും അവരോട് യോഗ്യമായി പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള ദൈവവചനമാണ് അവർക്ക് മാനസാന്തരത്തിനും രക്ഷയ്ക്കും ഇടയാകുന്നത്. ആരും ഡിബേറ്റിലൂടെ ആരെയും രക്ഷിച്ചിട്ടില്ല, രക്ഷയിലേക്ക് നടത്തിയിട്ടില്ല. അതൊക്കെ വളരെ വ്യർത്ഥമായിട്ട് തീർന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവവചനം നാം മറ്റുള്ളവരോട് ദൈവവചനം സംസാരിക്കുമ്പോൾ സഭയിലാണെങ്കിലും മറ്റ് പുറത്തുള്ള ആളുകളോട് സുവിശേഷ സന്ദേശങ്ങൾ പറയുമ്പോഴായിരിക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു ദൈവികമായിട്ടുള്ള മുഖാന്തരങ്ങൾ, അതല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു സഹായം അതിന് ആവശ്യമാണ്. അതിനെ വിശ്വാസികൾ, പ്രത്യേകിച്ച് അങ്ങനെ ദൈവവചനം പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ദൈവമക്കളുടെയും അവരുടെ തന്നെയും ദൈവമക്കളുടെയും പ്രാർത്ഥന സഹായവും ആവശ്യമാണ്. ദൈവവചനത്തിന്റെ നിർമ്മലമായിട്ടുള്ള സത്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.